നിസ്സാരമായിരിക്കുന്ന ഒരു ആചാരമാണ്. അത് നമുക്ക് പരമ്പരാഗതമായിട്ട് കിട്ടുന്നു. പാരമ്പര്യമായിട്ട് അച്ഛനും കാരണന്മാരിൽ നിന്നും അങ്ങനെ ഗുരുനാഥന്മാരിൽ നിന്നും കിട്ടിയ ഒരു ആചാര അനുഷ്ഠാനമാണ് ചെയ്യുന്നത്. പിന്നെ തെയ്യത്തെപ്പറ്റി പറയുമ്പോൾ ഒരുപാട് കാര്യം പറയുന്നത് അരമണിക്കൂർ കൊണ്ട് ഒരു വർഷം കൊണ്ട് പറഞ്ഞാലും തെയ്യത്തിനെ പറ്റി ആർക്കൊന്നും കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. വളരെ ചെറുപ്പം വരും. 4 വയസ്സ് മുതൽ നമ്മളെ കർക്കിടക മാസങ്ങളിൽ വീടുകളിൽ അതിൽ ചെറിയ വേഷം കിട്ടുന്നു. ചെറിയ കുട്ടികളെ കെട്ടിയിട്ട് അതിന് വലിയ മുതിർന്ന ഒരാളുടെ ഒരു പാട്ടൊക്കെ പാടിയിട്ട് അതിൽ ശാസ്ത്രമായിട്ടുള്ള പാട്ടുണ്ട്. അത് നമ്മുടെ ഈ കർക്കിടക മാസത്തിലുണ്ടായിരുന്ന നമ്മളെ മാരി അകറ്റുക എന്ന് പറയും. മാരിയൊക്കെ അകറ്റാനായിട്ട് അങ്ങനെയുള്ളൊരു വേഷം കെട്ടി നമ്മളവിടെ പോയി കുരിശിയൊക്കെ ഒഴുകി മറിച്ച് കുട്ടികൾക്കെല്ലാം വീട്ടിലെ കുട്ടികളുടെ ഇതിലൊക്കെ ജ്യേഷ്ഠകളൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സങ്കല്പമായിട്ട് അതിന് ചെറിയ ചെറുപ്പത്തിൽ ഇത് കെട്ടിയടിക്കുന്നത്. അപ്പോൾ ആ കെട്ടിയടിക്കുന്ന വെച്ചാൽ ഒന്ന് ആ തെയ്യത്തിലേക്കുള്ള ഇതിൻ്റെ ചുവടുവെപ്പ് എങ്ങനെയാണോ അതിൻ്റെ ആ ഒരു മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ഒരു ഇതെന്താണോ അതിൻ്റെ അകത്ത് ഒന്ന് തിരിച്ചെടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഇത് പഠിച്ചെടുക്കുന്നത്. അത് നമ്മൾ പരമ്പരാഗതമായിട്ട് അതിങ്ങനെ അച്ഛനും കാരണന്മാരും നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനിയിപ്പം എല്ലാ വിദ്യകൾക്കും പിന്നെ സ്കൂളുകളും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നൃത്ത വിദ്യാലയമുണ്ട്, അതുപോലെ പിന്നെ കഥകളി വിദ്യാലയങ്ങളുണ്ട്. പക്ഷേ തെയ്യത്തിനങ്ങനെ ഒരു വിദ്യാലയമില്ല. അത് നമ്മുടെ ഗുരുകാരണന്മാരുടെ വീട്ടിൽ പോയിട്ട് അവിടെ ഗുരുകുല സമ്പ്രദായത്തിൽ പഠിച്ചെടുക്കുന്ന ഒരു അനുഷ്ഠാനം വയ്ക്കുന്ന കാര്യമാണ് തെയ്യം. തെയ്യത്തിന് ചില നമ്മുടെ പ്രധാനുഷ്ഠാനങ്ങളുണ്ട്, അതിൻ്റെ ആചാരങ്ങളുണ്ട്. നമ്മൾ കഥകളി പോലെയോ മറ്റുള്ള നാടകങ്ങൾ പോലെയോ അല്ല തെയ്യം. തെയ്യം ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതാണ് തെയ്യം. നമ്മുടെ വടക്കേ മലബാറിലെ ഏറ്റവും മുമ്പ് പ്രാചീന കാലം മുതലേ ഉള്ള ഒരു ആചാരമാണ് ഈ തെയ്യം എന്ന് പറയുന്നത്. അതിനാൽ ഇന്നിപ്പോൾ പരിപോഷിച്ചിട്ട് പല രൂപത്തിലും ഇങ്ങനെ അതിൻ്റെ പരിഷ്കാരങ്ങളൊക്കെ മാറ്റി പലതരത്തിലും വരുന്നു. പക്ഷേ അനുഷ്ഠാനങ്ങൾക്ക് ഒരു തരത്തിലുള്ള വിജയമൊന്നുമില്ല. അപ്പോൾ നമ്മൾ തെയ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഥകളി എന്ന് പറഞ്ഞാൽ കേവലം ഒരു 3-4 മണിക്കൂർ കൊണ്ട് കഥകളി തീരും. പക്ഷെ തെയ്യം രാവിലെ 5 മണിക്ക് ഇറങ്ങിയാൽ ആ തെയ്യം കഴിഞ്ഞ് രാത്രി 7 മണിക്ക് 8 മണിക്ക് 9 മണിക്ക് അത് അവിടുത്തെ ആ ഭക്തജനങ്ങളുടെ എങ്ങനെയൊക്കെയാണ് അവരുടെ ഇത് അതുപോലെയാണ് ഈ തെയ്യങ്ങൾ. അത് പിന്നെ സമയങ്ങളെടുക്കുക. അപ്പോൾ അവരുടെ ഭക്തന്മാരുടെ സങ്കടങ്ങൾ കേൾക്കുക, അതിനുള്ള മറുപടി ദൈവം അരുളി ചെയ്യുക. അത് നമ്മൾ ഉണ്ടാകുന്ന നമ്മളാ തെയ്യം ആയിക്കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഉപാസനയിൽ നമ്മളെ തെയ്യം ആയിക്കഴിഞ്ഞാൽ നമ്മൾ ദൈവമായിട്ട് അംഗീകരിക്കും. ഇപ്പം ഞാനിപ്പോൾ ഒരു മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് നിങ്ങൾ പറയുമ്പോൾ വെച്ചാൽ നമുക്കതിൽ വേറെ ഒന്നും നമുക്കിന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളെല്ലാവരും ആ തെയ്യത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് നമ്മളെ മുഖത്തെഴുത്തും അതെല്ലാം പരിപൂർണ്ണമായിട്ട് നമ്മളെ തെയ്യം ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ണാടി എടുത്ത് നോക്കുമ്പോൾ കാണുന്ന പ്രതിബിംബം എന്താണോ നമ്മളതിൽ കാണുന്നത്, ആ കാണുന്നതാണ് നമ്മളായി മാറും. ദൈവമായി മാറി മനുഷ്യന്മാരുടെ നമ്മുടെ ഭക്തന്മാരുടെ സങ്കടങ്ങളൊക്കെ ഉള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്. അപ്പോൾ അതെല്ലാം പറഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളിൽ നടക്കില്ല. നിങ്ങൾ പഠന വിഷയമായിട്ട് വന്നതാണ്. എന്തായാലും നിങ്ങളെ എന്നെ ക്ഷണിച്ച വകയിൽ എന്തായാലും ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ തെയ്യം എന്താണ് തെയ്യം എന്നുള്ളതിനെ പറ്റി വിശദമായിട്ട് നമുക്ക് പറഞ്ഞത്. ഇപ്പം നമ്മൾ വെറുതെ നിന്നുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു തരാമില്ല. അപ്പോൾ അതിന് തോറ്റങ്ങളുണ്ട്, അതിന് താളങ്ങളുണ്ട്, തെയ്യത്തിൻ്റെ കലാശങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ട്. അത് വളരെ ചെറുപ്പം മുതൽ. എന്നാൽ മാത്രമേ നമുക്ക് ഇന്നിപ്പം ഇപ്പം 68 വയസ്സായ എനിക്ക് ഇന്നലെ ഇവിടെ മുസ്തഫ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ആ ഒരു കാര്യം കൊണ്ടാണ് ഇന്നലെ വരാൻ പറ്റാതിന്. അതുകൊണ്ട് ഇന്നലെ ആ പരിപാടി കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പോൾ തന്നെ 9 മണി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു സമയം കൊണ്ട് മാത്രം നമുക്ക് ഈ വിഷയത്തിലേക്ക് അങ്ങനെ പഠിച്ചെടുപ്പിക്കാൻ കഴിയില്ല. അത്രയും നമ്മൾ അനുഷ്ഠാനം വെച്ചാൽ ഉപാസന കൊണ്ട് മാത്രമാണ് നമ്മുടെ ദൈവം. അതാ പറഞ്ഞത് കലയല്ല, ഇത് അനുഷ്ഠാനമായിരിക്കുന്ന ഒരു ആചാര അനുഷ്ഠാനത്തോടു കൂടി ചെയ്യുന്നൊരു കാര്യമാണ് തെയ്യം. പിന്നെ ഓരോരുത്തർ വ്യത്യസ്തമായിട്ടും തെയ്യങ്ങളുണ്ട്. പിന്നെ തീയിൽ പായുന്ന തെയ്യങ്ങളുണ്ട്, തീയിൽ വീഴുന്ന തെയ്യങ്ങളുണ്ട്. അങ്ങനെയുള്ള പലതരത്തിലുള്ള തെയ്യങ്ങൾ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും, വീഡിയോയിലും ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതുപോലെയല്ല, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ആന്തരികമായി കിടക്കുന്നൊരു സത്യമുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് ഈ പുരസ്കാരം കിട്ടിയതിനെ അതെന്താ നമ്മൾ ആ അനുഷ്ഠിച്ച ആചാരത്തിൻ്റെയും അത് നമ്മൾ ആ കിട്ടിയ കോലത്തിൻ്റെയും ഒരു അനുഗ്രഹം മാത്രമാണ് ഈ പത്മശ്രീ. നമ്മൾ ഈ സമുദായത്തിൽ ഒരു ആർക്കും കിട്ടിയില്ല. നമ്മൾ ഈ വിഷയത്തിൽ ഇത് തെയ്യം പല മേഖലയിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാ സമുദായത്തിനും ചില ഇതെന്നാണ് നമ്മുടെ കുലത്തിൻ്റെ ഇതാണ്. ഇപ്പോൾ കുലത്തിൻ്റെ തൊഴിലാണ്, കുലത്തൊഴിലായിട്ട് പരമ്പരാഗതം. അതാ പറഞ്ഞ കാരണന്മാരിൽ നിന്നും എന്താ പറയുക ഒഴുകുന്ന എണ്ണ പോലെയാണ്, ഇടമുറിയാതെ കണ്ട് അങ്ങനെ കിട്ടുന്നത് പാരമ്പര്യമായിട്ടുള്ളതാണ് തെയ്യം എന്ന് പറയുന്ന വിഷയം. അത് പഠിച്ചെടുക്കൽ മാത്രമല്ല, നമുക്ക് എല്ലാ വിദ്യകളും പിന്നെ സ്കൂളുകളിൽ നമ്മൾ എല്ലാ വിദ്യകളും പഠിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചെറുപ്പകാലത്ത് കുട്ടികൾ സ്കൂളിൽ പോയാൽ എന്താവും എന്നുള്ളത് നമ്മൾ മാഷന്മാർ ചോദിക്കും, എന്താവാൻ ആഗ്രഹം ചെയ്യും. ഒരാൾ പറയാൻ എനിക്ക് പോലീസ് ആവണം, ഒരാൾ പറയാൻ എനിക്ക് കളക്ടർ ആവണം, അല്ലെങ്കിൽ അയാൾക്ക് വേറൊന്നും ആവണം. അപ്പോൾ നമ്മൾ അന്നും ആഗ്രഹിച്ചത്, ഞാൻ ആഗ്രഹിച്ചൊരു ഡ്രൈവർ ആവണമെന്നായിരുന്നു എൻ്റെ ചെറുപ്പത്തിലൊരു ആഗ്രഹം. പക്ഷേ തെയ്യം അതെൻ്റെ കുലത്തൊഴിലായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. പക്ഷേ എങ്കിലും ഒരു ഡ്രൈവറായിട്ട് ജോലിയായിരുന്നു. ഞാൻ ഈ പിറന്നക്കാട് കാർഷിക കോളേജിൽ ഇന്നിപ്പോൾ എനിക്ക് അവിടെ 10 മണിക്ക് മീറ്റിംഗ് ഉണ്ട്. എനിക്ക് അവിടെ എത്തണം. അവിടെ ഞാൻ അധികം സമയം ഇതാക്കുന്നില്ല. എനിക്ക് 10 മണിക്ക് കളക്ടർ പരിപാടിയായിരുന്നു. കളക്ടർ സൗകര്യത്തിനനുസരിച്ച് വെച്ചാൽ 12 മണിക്ക് വെച്ചതാണ്. ഇന്നലെ രാത്രി വിളിച്ചിട്ട് പറഞ്ഞു 10 മണിക്ക് കളക്ടർക്ക് ഒരു ഇലക്ഷൻ്റെ ഭാഗമായിട്ട് പോകേണ്ടതുകൊണ്ട് അതുകൊണ്ട് 10 മണിക്ക് എങ്ങനെയെങ്കിലും നാരാട്ടണം അവരോട് പറഞ്ഞിട്ട് വന്ന് 10 മണി നമുക്ക് എത്താനുള്ള സംവിധാനം ഉണ്ടാക്കണം. അപ്പോൾ നമ്മളെ രണ്ടാക്കുണ്ട്. നമ്മളെ കാർഷിക മേഖലയിലുള്ള ഒരു സത്യനാരായണ എന്ന് പറഞ്ഞാൽ 3 നമുക്ക് ഇത് കിട്ടി, പത്മശ്രീ കിട്ടി. നമ്മൾ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റി 2 ഈ പത്മശ്രീ കിട്ടി.
ഒരു കഥകളി, ഒരു തെയ്യം. രണ്ടും വ്യത്യസ്തമാണ്. പക്ഷെ എങ്കിലും അനുഷ്ഠാനമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ തെയ്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ചെറുപ്പം മുതലേ ഓരോരോ ഗുരുകാരന്മാർക്ക് നമ്മൾ ഓരോരോ ഗുരുവിൻ്റെ വീട്ടിൽ പോയിട്ടും അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് അച്ഛന് പാരമ്പര്യമായിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമായി. ഇപ്പം മഴീക്കുടി കൃഷ്ണപ്പെരുവണ്ണ എന്ന് പറഞ്ഞാൽ എൻ്റെ ഗുരുനാഥാണ്. അയാൾ കളരി അഭ്യാസിയാണ്, കളരി ഗുരുക്കളാണ്. അപ്പോൾ തച്ചോളി മാണിക്കൂത്ത്, വടകരയിൽ തച്ചോളിയെ പറ്റിയെല്ലാം കേട്ടിട്ടുണ്ടാവല്ലോ. ആ തച്ചോളി മാണിക്കൂത്ത് തച്ചോളി ഉദയൻ എന്ന് പറഞ്ഞ തെയ്യം കെട്ടുന്നതാണ് എൻ്റെ ഗുരുനാഥൻ. എന്നെ കൊണ്ട് അവിടെ കൊണ്ടുപോയി ഈ കളരി പഠിപ്പിച്ച് അവിടെ വെച്ച് ആ തെയ്യം കഴിപ്പിച്ച് അതിൽ നിന്നൊക്കെ നമ്മൾ പലതരത്തിലുള്ള ഇപ്പോൾ കതിനൂർ വീരൻ അഭ്യാസങ്ങൾ കൊണ്ട് ഇതാക്കുന്ന തെയ്യമാണ് കതിനൂർ വീരൻ. ഒരു യോദ്ധാവിൻ്റെ ഒരു ഇതിലോട് കൂടിയിട്ടാണ് തെയ്യങ്ങൾ വരുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ തെയ്യം ഭഗവതി തെയ്യങ്ങൾ, അങ്ങനെ നമ്മുടെ പല ആചാരങ്ങൾ നമ്മൾ പണ്ട് കാലത്ത് ഓരോരാൾക്ക് ഓരോ സമുദായത്തിന് സ്വന്തമായിട്ട് നമ്മളെ വീടുകളിൽ ഇപ്പോൾ മുത്തപ്പൻ, വയനാട്ടുകുലവൻ, ഇങ്ങനെയുള്ള കുറേ തെയ്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മുടെ പാരമ്പര്യമായി നമ്മുടെ തറവാടുകളിൽ നമ്മുടെ കാരണവന്മാർ കൊണ്ടുവച്ച് അവിടെ ആദരിച്ച് വരുന്നതാണ്. നമ്മുടെ കുടുംബാദികളെല്ലാം ഒരു വർഷത്തിലൊരിക്കൽ വന്ന് ഒന്നിച്ചു കൂടാനുള്ള ഒരു സംരംഭം പോലെയാണ് ഈ തെയ്യത്തിന് ഓരോരോ വസ്തുക്കൾ. അപ്പോൾ നമ്മളെ ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത് ശനിദശൻ്റെ വ്യാഴവട്ടം 12 വർഷമാണ്. അപ്പോൾ നമുക്ക് 12 മാസം എത്തുമ്പോൾ നമ്മളൊരു തെയ്യം, ഒരു വർഷത്തിലൊരിക്കൽ തെയ്യം കഴിക്കും. അങ്ങനെ 12 കൊല്ലം കഴിയുമ്പോൾ ഒരു പെരുങ്കളിയാട്ടമായിട്ട് മാറുന്നു. 12 വർഷം കഴിയുമ്പോൾ ഒരു വ്യാഴവട്ടം കഴിയുമ്പം അത് പെരുങ്കളിയാട്ടമായിട്ട് മാറും. അല്ലെങ്കിൽ 12 മാസം എത്തുമ്പം നമ്മുടെ സാധാരണ കളിയാണ്. തുലാമാസം 10 മുതൽ നമ്മൾ തെയ്യം തുടങ്ങി. ഇപ്പം ഇടവമാസം ഈ കളരിവാതിക്കൽ ഏറ്റവും വലിയ കളിയാട്ടമാണ്. സമാപനം നമ്മളെ വടക്കേ മലബാറിലെ തെയ്യത്തിൻ്റെ സമാപനം കുറിക്കുന്നത് കളരിവാതിക്കലാണ്. അത് അവിടുത്തെ 21 കഴിഞ്ഞ് 20 മുള ഇതൊക്കെ ഉപയോഗിച്ചിട്ട് കെട്ടുന്ന മുടിയാണ്. അപ്പോൾ അത് വലിയ മുടിയാണ്. അപ്പോൾ ഇപ്പം മടിയൻകുലത്ത് ഇപ്പം ഈ മാസം മറ്റന്നാളാണ് 25 അവിടെ കലശം കൊടുക്കും. അത് മടിയൻകുലത്തിന് മണ്ണമ്പുറത്തുകാവിന് മാടായിക്കാവിന് കളരിവാതിക്കണം. അങ്ങനെ കളരിവാതിക്കൽ സമാപനം കൊടുക്കും. പിന്നെ നമ്മുടെ നാട്ടിൽ തെയ്യങ്ങൾ ഉണ്ടാവില്ല. ആരും പിന്നെ പ്രാർത്ഥനയായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലാതെ പിന്നെ നമ്മളെ കൽപ്പനയായിട്ട് തെയ്യങ്ങളുണ്ട്. ഇതിനെല്ലാം കൃത്യമായ തീയതികളുണ്ട്. ആ തീയതി അതാണ് ഞാൻ ചിലപ്പോൾ നമ്മുടെ ഓരോന്നിക്കലും പോകുമ്പോൾ നമ്മൾ ഏറ്റുപോയി അടിയുന്നത് നമുക്ക് നിർത്തിച്ചു കൊടുക്കാണ്ടിരിക്കാൻ പറ്റും. നമ്മളത് പാരമ്പര്യമായിട്ട് നടത്തി വരുന്നത് ആചാരവും നമ്മളെ ഈ ചെറുജന്മാവകാശം എന്ന് പറഞ്ഞു. ചെറുജന്മാവകാശം നമുക്ക് രേഖ ചെയ്ത് തരുന്നതാണ്. ഈ ഇന്നലെ അടിയന്തരാദികൾ നടത്തി കൊടുക്കാനും അതിനാണ് പട്ടംപള്ളിയിൽ നിന്ന് പെരുവണ്ണാനാക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം 21ാമത്തെ വയസ്സിൽ പട്ടംപള്ളി രാജരാജേശ്വരൻ്റെ ആ സന്നിധിയിൽ നിന്ന് പട്ടംപള്ളി വാങ്ങിയ ഒരു കോലധാരി നിൽക്കും. ഒരു കോലക്കാരന് പട്ടംപള കൊടുക്കുകയെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അറിഞ്ഞൊരു കോലധാരി അതിൻ്റെ പൂർണ്ണതയിൽ എത്തിയെന്ന് കണ്ടാൽ മാത്രമേ ഒരു പട്ടംപള്ളി കൊടുത്ത് പെരുവണ്ണാനാക്കുള്ളൂ. അപ്പോൾ ആ നിലയിൽ നിന്നാണ് ഇപ്പം നമ്മുടെ കേരള സർക്കാർ അതിൻ്റെ പോക്കലൂർ അക്കാഡമിയിൽ നിന്ന് ഒരു ഗുരുപൂജ തന്നു 2009. അതിനുശേഷം 2018 ഒരു ഫെലോഷിപ്പ് തന്നു. അപ്പോൾ എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു ആഗ്രഹം ഇനി ഈ മുള്ളെന്ന കിട്ടാനുണ്ട്. ഞാൻ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. അതുകൊണ്ട് എല്ലാവരും എൻ്റെ സഹപ്രവർത്തകരുണ്ട്, എനിക്ക് ഒരുപാട് എൻ്റെ കൂട്ടുകാരുണ്ടാണ് എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അവരെല്ലാവരും നമ്മൾ വേണ്ടി അനവധിയായിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കൂടെ വന്ന് നമ്മളെ ഓരോ യാത്ര ഇപ്പം നിങ്ങൾ ഈ യാത്ര ചെയ്ത പോലെ ഞങ്ങൾ ഈ തെയ്യത്തിൻ്റെ അടിത്തറ നോക്കി ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കതിനൂർ വീരനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കുടകിലാണ് അയാൾ അവിടെ പോയിട്ടാണ് ദൈവക്കരുവായിട്ട് മാറുന്നത്. അപ്പോൾ അതുവരെയുള്ള യാത്രയിൽ നമ്മളിത് പണ്ട് കാലത്ത് നടന്ന സംഭവമാണ്. ഇതെന്തോ അറിയണേ, ആ സംഭവം ഉണ്ടോ എന്ന് അറിയണോ, നമ്മളെ കൊലം കിട്ടിയാൽ മാത്രം പോരല്ലോ. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി ഞങ്ങൾ എൻ്റെ സുഹൃത്ത് ഗിരീഷ് പൂക്കോത്ത്, ഷൈജു, വത്സൻ, ഇവരൊക്കെ ഞങ്ങളെ കൂടെ എപ്പം എൻ്റെ ചങ്ങാതിമാരായിട്ട് എപ്പോൾ എൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോയി ഓരോ സ്ഥലത്ത് പോയിട്ടും അതിനെപ്പറ്റി പഠിച്ച് വന്നിട്ടാണ്. അപ്പോൾ എന്തായാലും അതിനൊരു അർഹതയുണ്ട് എന്ന് ഇപ്പം ബോധ്യപ്പെട്ടു. അത് ഭാരത സർക്കാർ നമുക്ക് അത് അംഗീകരിച്ചു. തെയ്യത്തിനാണ് ഇതുവരെ ഈ താഴെക്കടയിലേക്ക് ഇങ്ങനെ ഒരു അംഗീകാരം ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ അംഗീകാരം ഏറ്റവും വലിയ അംഗീകാരിച്ച് നിങ്ങൾക്ക് അഭിമാനിക്കാം, എൻ്റെ മലയാളികൾക്ക് അംഗീകരിക്കാൻ സന്തോഷിക്കാനുള്ള ഒരു ഏറ്റവും വലിയ ഒരു ഇതായിട്ട് അംഗീകാരമായിട്ട് ഞാൻ ഈ പരിസ്ഥിതിയെ കാണുന്നു. വളരെ സന്തോഷം. നിങ്ങളെല്ലാവരെയും കൊണ്ട് സംസാരിക്കാൻ നമ്മളെ അവസരം തന്ന നമ്മുടെ ചെന്നൈ നമ്മുടെ കുടുംബക്കാർക്ക് വിട്ടുവീഴ്ചയാക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നമുക്ക് വീണ്ടും എനിക്ക് കാണാം. ചെന്നൈയിൽ വരാൻ പറ്റുന്നതിനായിട്ട് വരണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ചെന്നൈയിൽ എൻ്റെ 2 സുഹൃത്തുക്കളുണ്ട്, അവരെന്നെ വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്തായാലും വരണം, നമ്മളെൻ്റെ സമയം നമ്മൾ തെയ്യത്തിൻ്റെ സമയമായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു സമയം. എന്തായാലും നിങ്ങൾ തന്ന ഈ സ്വീകരണത്തിന് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട്